ഇറാനെതിരായ ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ അപലപിക്കുന്നു എങ്കിലും ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോഴും ഇസ്രയേലിനെതിരെ ഒരു വാക്കുപോലും പറയാനാകുന്നില്ല. അത്രമാത്രം ഭയമാണ്. ഇസ്രയേലിനെ തീർക്കുമെന്ന് പ്രതിജ്ഞ എടുക്കാനാകുന്നില്ല. ആഴ്ചകളോളം നീണ്ടുനിന്ന പ്രാദേശിക സംഘർഷങ്ങൾക്കും വർദ്ധിച്ചുവരുന്ന സംഘർഷ ഭീഷണികൾക്കും ശേഷം ഇറാനെതിരെ സംയുക്ത സൈനിക ആക്രമണം ആരംഭിച്ച മിഡിൽ ഈസ്റ്റിനെതിരെ ഇസ്രയേലും യുഎസും നിലകൊള്ളണം എന്ന് ലെബനനിലെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഭീകര സംഘടന ശനിയാഴ്ച ആവശ്യപ്പെട്ടു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് എതിരായ അമേരിക്കൻ ഇസ്രയേൽ ശത്രുതയെ ഹിസ്ബുള്ള അപലപിച്ചു. എന്നാൽ സംഘർഷത്തിൽ ഇസ്രയേലും ഉൾപ്പെടും എന്ന ഭയം കാരണം ഇസ്രയേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുക്കുന്നതിൽ നിന്ന് ഹിസ്ബുള്ള പിന്മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ജൂണിൽ ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്ന 12 ദിവസത്തെ യുദ്ധത്തിലും ലബനീസ് ഭീകര സംഘടന ഇടപെട്ടില്ല. അതിൽ അമേരിക്കയും കുറച്ചുകാലം ചേർന്നു. ഈ ശത്രുതാപരമായ പദ്ധതികൾക്കെതിരെ ശക്തമായി നിലകൊള്ളാൻ ഞങ്ങൾ മേഖലയിലെ രാജ്യങ്ങളോടും ജനങ്ങളോടും ആഹ്വാനം ചെയ്യുന്നു, ഹിസ്ബുള്ള ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. അടച്ചുപൂട്ടിയില്ലെങ്കിൽ അതിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ എല്ലാവരെയും ബാധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ ഇസ്രയേൽ ശത്രുവിന് വലിയ തിരിച്ചടി നൽകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അവരുടെ കുറ്റകരവും സ്വേച്ഛാധിപത്യപരവുമായ ആക്രമണത്തിൽ നിന്ന് പരാജയം മാത്രമേ കൊയ്യൂ എന്ന് ഹിസ്ബുള്ള കൂട്ടിച്ചേർത്തു. US പരിമിതമായ ആക്രമണങ്ങൾ ഉണ്ടായാൽ സൈനികമായി ഇടപെടില്ല എന്നും, എന്നാൽ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിക്കെതിരായ ഏതൊരു ആക്രമണത്തെ ചുവപ്പ് രേഖയായി കണക്കാക്കുമെന്നും ഹിസ്ബുള്ള ഉദ്യോഗസ്ഥൻ ഈ ആഴ്ച AFPയോട് പറഞ്ഞതിന് പിന്നാലെയാണ് പ്രസ്താവന വന്നത്. ആദ്യ ആക്രമണങ്ങളിൽ ലക്ഷ്യമിട്ട മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥര് ഖമേനിയുമുണ്ട്. ഇറാനെതിരായ ആക്രമണം ആരംഭിക്കുന്നതിന് മുൻപ് ശനിയാഴ്ച രാവിലെ തെക്കൻ ലബനനിലുടനീളം ടണൽ ഷാഫ്റ്റുകളും റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള ഹിസ്ബുള്ള ലക്ഷ്യങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇസ്രയേൽ പ്രതിരോധ സേനയുടെ കണക്കനുസരിച്ച് ഇസ്രയേലിനെതിരായ ആക്രമണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ലക്ഷ്യമിട്ട സ്ഥലങ്ങളിൽ സൈനിക ശേഷി പുനഃസ്ഥാപിക്കാൻ ഹിസ്ബുള്ള അടുത്തിടെ പ്രവർത്തിച്ചിരുന്നു. ഈ പ്രവർത്തനം ഇസ്രയേലും ലബനനും തമ്മിലുള്ള ധാരണകളുടെ ലംഘനവും ഇസ്രയേൽ രാഷ്ട്രത്തിന് ഭീഷണിയുമാണ്. ഹിസ്ബുള്ളയ്ക്ക് ശക്തമായ സാന്നിധ്യമുള്ള തെക്കൻ പ്രദേശങ്ങളിലെ പർവ്വത പ്രദേശങ്ങളെയാണ് ഇസ്രയേൽ ആക്രമിച്ചതെന്ന് ലബനന്റെ സർക്കാർ നടത്തുന്ന ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ ലബനൻ പ്രധാനമന്ത്രി നവാഫ് സലയം യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ലബനൻ വിസമ്മതിച്ചുവെന്ന് പറഞ്ഞിരുന്നു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഐക്യത്തിനും ഭീഷണിയാകുന്ന സാഹസികതകളിലേക്ക് ആരെയും വലിച്ചിഴയ്ക്കുന്നത് ഞങ്ങൾ അംഗീകരിക്കില്ല. മേഖലയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ ലബനൻ ജനതയുടെയും താല്പര്യങ്ങൾ മറ്റേതൊരു പരിഗണനയ്ക്കും ഉപരിയായി പ്രതിഷ്ഠിച്ചുകൊണ്ട് ജ്ഞാനത്തോടും ദേശസ്നേഹത്തോടും കൂടി പ്രവർത്തിക്കാൻ ഞാൻ വീണ്ടും എല്ലാ ലബനന്മാരോടും ആഹ്വാനം ചെയ്യുന്നു. സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാൻ തന്റെ സർക്കാർ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കുകയാണ് എന്നാണ് സലാം പിന്നീട് വിശദമാക്കിയത്. അതേസമയം ശത്രുതാപരമായ നടപടികളിൽ നിന്ന് ഇസ്രയേൽ വിട്ടുനിന്നാൽ ലബനനെതിരെ ആക്രമണം അഴിച്ചുവിടില്ല എന്ന് ലബനനിലെ US അംബാസിഡർ മൈക്കൽ ഇസ ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔനിനോട് പറഞ്ഞിരുന്നു. ബാഹ്യ സംഘർഷങ്ങളുടെ ദുരന്തങ്ങളിൽ നിന്നും ഭീകരതകളിൽ നിന്നും ലബനനെ ഒഴിവാക്കുകയും അതിന്റെ പരമാധികാരം, സുരക്ഷാ സ്ഥിരത എന്നിവ സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് ഒരു പരമമായ മുൻഗണനയാണ്. അതേസമയം ബെയ്റൂട്ട് ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റിലെ വിമാനത്താവളങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ പല വിമാന കമ്പനികളും റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചു. എന്നിരുന്നാലും ബെയ്റൂട്ടിലെ വിമാനത്താവളം തുറന്നിരിക്കുന്നു എന്നും ദേശീയ വിമാന കമ്പനിയുടെ വിമാനങ്ങൾ തുടരുകയാണ് എന്നും സലാം പറയുന്നു. എക്സിലെ ഒരു പോസ്റ്റിൽ ഐക്യരാഷ്ട്രസഭയുടെ ലബനനിലെ പ്രത്യേക കോർഡിനേറ്റർ ജിനിൻ ഹനീസ് പ്ലാഷെറ്റ് ലബനനിലെ എല്ലാ കക്ഷികളും രാജ്യത്തെയും അവിടുത്തെ ജനങ്ങളെയും പ്രാദേശിക വികസനങ്ങളിൽ നിന്ന് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മുൻഗണന നൽകണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാനസ്.